ഹലോ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീട്രൂട്ട് വെച്ചൊരു അച്ചാറാണ് കേട്ടോ. ഇനിയിപ്പോൾ അതാ ഞാൻ 2 ബീട്രൂട്ട് നല്ല രീതിക്ക് തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി അല്ലി ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പിലയും പിന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. സാധാരണ നല്ല എണ്ണയിലാണ് അച്ചാറുകളൊക്കെ തയ്യാറാക്കിയെടുക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണ കുറച്ചായതുകൊണ്ട് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ കടുകും പിന്നെ കുറച്ച് ഉലുവയും ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ വീട്ടിൽ അച്ചാറുകളൊന്നും തയ്യാറാക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ. അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. എല്ലാ രീതിക്കും വേണമല്ലോ ചെയ്തെടുക്കുക. അപ്പോൾ ഉലുവയും കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒന്ന് ചെറുതായി കളർ മാറിയതിന് ശേഷം ഞാനിതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി ഇട്ടതിന് ശേഷം ഞാനിതിലേക്ക് അരിഞ്ഞു വെച്ച 2 പച്ചമുളകും പിന്നെ കറിവേപ്പിലയും ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു ബീട്രൂട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ച ടേസ്റ്റും പിന്നെ മാറിക്കിട്ടും. പിന്നെ ഇതിന് അത്യാവശ്യം ഒരു സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ചെയ്തെടുത്താൽ. ഏകദേശം ഒരു 3-4 മിനിറ്റ് നേരം തന്നെ ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഈ ഒരു ബീട്രൂട്ട്. ഇനിയിപ്പോൾ അതാ ഞാനിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിന് ആവശ്യമായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല രീതിക്ക് തന്നെ മസാലയൊക്കെ ഈ ഒരു ബീട്രൂട്ടിലേക്ക് പിടിച്ചതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് സുർക്കയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. സുർക്കയൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഈ ഒരു സമയത്ത് ഉപ്പില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പിട്ട് കൊടുത്തൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ ഒഴിച്ച് കൊടുത്ത സുർക്കയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് സുർക്ക കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സുർക്കൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ. ചിലർക്ക് നല്ല ലൂസായിട്ടായിരിക്കും അച്ചാർ ഇഷ്ടം, ചിലർക്ക് നല്ല ഗ്രേവിയോട് കൂടിയിട്ടായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിപ്പോൾ അതാ ഞാനിതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.